വരുന്ന കാണാം. അത് വരുന്നുണ്ടല്ലോ, അടുത്ത ആള് വരുന്നുണ്ടല്ലോ. ആരാ വരുന്നത്? ഇത് ആരാന്ന് കരുതിക്കൊണ്ടോ? ഇത് നമ്മുടെ മാമുക്കോയ. മാമുക്കോയ മടിച്ചിരിക്കാതെ കേറുക. എന്താ മോനെ? അല്ല ഇക്ക എന്താ ഇത്ര താമസിച്ചു? പച്ചനെ നമ്മൾ വണ്ടി ടയർ കൊണ്ടതായിരുന്നു. എന്റെ മുന്നേ കഴിഞ്ഞ സ്റ്റെപ്പിന് മാറിയിടാൻ മേലായിരുന്നു. സൈക്കിളിനെ വന്ന മോനെ സ്റ്റെപ്പിന്. എനിക്കറിയത്തില്ല, കുറച്ച് നേരമായിട്ട് ഇവിടെ വന്ന് കിടന്ന അലമ്പ്. മോനെ എന്റെ പേരെന്താണ്? വൈകുട്ട. നീ പ്രശ്നം ഉണ്ടാക്കരുത്. നീ പണിയില്ലാത്തോണ്ടല്ലേ നിങ്ങൾ ഇവിടെ വെള്ളം ഉണ്ടാക്കുന്നത്. ഈ ലൊക്കേഷനിൽ എന്താ മോനെ വെള്ളം ഉണ്ടാക്കുന്നത്? അല്ല, ഇതൊന്നും പഠിപ്പിച്ചാണ്. ഒരു പ്രശ്നമില്ല മോനെ. ആദ്യം ചെന്ന് ഞാൻ പറയേണ്ടത് അസ്സലാമു അലൈക്കും വാ വലൈക്കും അസ്സലാം. ഒന്നുകൂടെ പറഞ്ഞ അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. അല്ല ഇതങ്ങനെ അറബിയുടെ പോയെന്ന്. അറബിയുടെ പോയാ അറബിയെ ഫോൺ ചെയ്ത് വിളിക്കും. കുറച്ചല്ല മോനെ. വാ അക്ഷരം അസ്സലാമു അലൈക്കും വാ വലൈക്കും അസ്സലാം. അലൈക്കും അസ്സലാം. മതി. പിന്നെ അർത്ഥം വാ. അവന് പോലീസ് ആരെങ്കിലും നിന്നെ പിരിച്ചു കഴിഞ്ഞാ അപ്പൊ നീ പറഞ്ഞാല് ഓർക്കാദോസ് ഓർക്കാദോസ്. അത് ആർക്കദോസ് ഓർക്കാദോസ് ഓർക്കാദോസ് ഗഫൂർ ഖാദോസ് പറഞ്ഞാൽ മതി. ഗഫൂർ ഖാദോസ് അല്ലേ? അത് ശരി. അപ്പൊ ഇതാണ് പരിപാടി. ഇന്നാള് നിങ്ങൾ ഇതുപോലെ രണ്ട് ആമ്പിള്ളേരെ അമ്മാര് ലോൺ എടുത്ത പശുവിനെ വിറ്റ കാശ് കൊടുന്ന് ഗൾഫിൽ വിടാക്കും പറഞ്ഞു വിട്ടിട്ട് അവരെ നീന്തിച്ച കാര്യമൊക്കെ എനിക്കറിയാം കേട്ടെ. എന്നിട്ട് സംസാരിക്കില്ലേ? അതാരാണ് മോനെ? ആ ദാസനും വിജയ്. എന്റെ പൊന്നെ അതൊക്കെ സിനിമയില്, അത് പഴയൊരു സിനിമയ്ക്കകത്തല്ലേ? ഇക്ക ഇയാള് പറയുന്നത് കേട്ടോണ്ട് ഇവിടെ നിൽക്കേണ്ട കാര്യം. ഇത് ചുമ്മാ ലൊക്കേഷൻ അലമുണ്ടാക്കാൻ വന്ന ഒരാളാ. ഇക്കകത്ത് പോയി മേക്കപ്പ് ഒക്കെ ഇട്ട് റെഡിയാവും. പെട്ടെന്നാട്ടെ. അല്ല നീ ഡയറക്ടർ കാര്യം വെച്ച് വീഴ്ത്തിയില്ല. താനല്ലേ കാണിച്ചത്? താനെന്ത് വർത്താനം പറഞ്ഞു? അയാള് നിരപരാധി. അല്ല ആരാ നിരവരാധി? നിങ്ങൾ നിരപരാധിയല്ലേ? ഞാൻ നിങ്ങളുടെ നിരപരാധിയാണ്. അത് നിങ്ങളാണ് നിരപരാധി. എടാ ഞാൻ ചോദിച്ചോട്ടെ, നീ ഇപ്പൊ അവിടെ നടന്നു വന്നല്ലേ? അതെ. എന്നിട്ട് തന്നെ വീണല്ലേ? അതെ. അപ്പൊ പിന്നെ ഞാനിങ്ങനെ നിരപരാധിയാണ്. ഞാനാണല്ലോ നിരപരാധി. ഞാൻ തന്നെ വീണതല്ലോ. ഇതെന്ത് വർത്താനാണ് നീ പറഞ്ഞത്? ഒരു താനിങ്ങോട്ട് ഓടി വന്ന് തന്നെ ഉരുണ്ട് വീണ ഞാനങ്ങനെ നിരപരാധിയാണ്. താനല്ലേ നിരപരാധി? അതല്ലേ പറഞ്ഞത്. എടാ മോനെ ഞാൻ പറഞ്ഞത്, ഈ നിന്റെ ഡയറക്ടർ പുള്ളി അവിടെ നടന്നു വന്നു എന്റെ കാലത്തിൽ തന്നെ വീണു. അപ്പൊ ഞാനാണോ നിരപരാധി? അതല്ലേ പറഞ്ഞത്, താനല്ലേ നിരപരാധി. എടാ അതെങ്ങനെ അവൻ വീഴുമ്പോ അവനല്ലേ നിരപരാധി? അതിലത് ഞാനാണോ? ഇവിടെ താനാണ് നിരപരാധി. അയാൾ ചുമ്മാ വീണതല്ലേ? വാക്കുകളുടെ അർത്ഥം അറിയാൻ സംസാരിക്കണം. എടാ ഞാൻ തന്റെ നടന്നു വന്നപ്പോ ഇവിടെ തട്ടി വീണു. അതിന് താനല്ലേ നിരപരാധി. തന്റെ നേരത്ത് തട്ടി വിടില്ലേ മിസ്റ്റർ എന്തോ താനിപ്പോ ഒന്ന് നടന്നു വന്നു തന്നെ വീണു. അപ്പൊ പിന്നെ ആരാ നിരപരാധി? നിങ്ങളാണ് നിരപരാധി. എടാ ഞാനല്ല നിരപരാധി, നീയാ. നിങ്ങളാണ് നിരപരാധി. അത് ശരി. അപ്പൊ ഞാനാണ് നിരപരാധി. നിങ്ങളാണ് നിരപരാധി. ഞാൻ നിരപരാധി. അന്ന് നീ അങ്ങ് സാമർത്ഥ്യ. നിങ്ങളാണ് നിരപരാധി. കൊള്ളാം. സാമർത്ഥ്യം രണ്ടുപേരും കൂടി നമ്മളെ നിരപരാധിയാക്കുക. ഇതെന്ത് കുരിശാടാ ഇതൊക്കെ? അത് ശരി. അപ്പൊ നീ പറയണ ഞാനാ നിരപരാധി. നിങ്ങളാണ് നിരപരാധി. ഞാനാണ് നിരപരാധി. നിങ്ങളാണ് ഈ നിൽക്കണ ഞാനാണ് നിരപരാധി. നിങ്ങളാണ് നിരപരാധി. ഞാനാണല്ലേ? എടാ ഞാനല്ല നിരപരാധി, നീയാ. അറിയാവോ? കാണിക്കാൻ പറയാണ്ട് ഞങ്ങളുടെ ഡയറക്ടർ തല്ലിയത് പ്രൊഡ്യൂസർ തീരുമാനം എന്താണ് പ്രശ്നം? താനാരെ തന്നെ പറയോ? ഞങ്ങളുടെ പ്രൊഡ്യൂസറെ പോലീസിനെ വിളിക്കട്ടെ. പോലീസിനെ വിളിക്കാം. എന്താ ഈ നിൽക്കുന്നവരുണ്ടല്ലോ, ഈ നിൽക്കുന്നവൻ ഇന്നാ നിങ്ങളുടെ ഓഞ്ഞ പ്രൊഡ്യൂസറായത്. അറിയാം, 10-30 വർഷം മുമ്പേ ഉണ്ടല്ലോ നിങ്ങൾ ഈ ഓഞ്ഞ പ്രൊഡ്യൂസറെ പ്രൊഡ്യൂസ് ചെയ്ത പ്രൊഡ്യൂസറാണ് ഈ ഞാൻ. അതായത് ഇവന്റെ അച്ഛൻ.